ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ മസാല റെഡിയാക്കിയിട്ട് ആ മസാലയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങ് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 5-6 അല്ലി വെളുത്തുള്ളി എടുക്കാം, 1 സ്പൂൺ കുരുമുളകും, 3/4 സ്പൂൺ പെരിഞ്ജീരകവും, 1/2 സ്പൂണിനടുത്ത് ഉപ്പും, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ മസാല നല്ല പേസ്റ്റായിട്ട് ഇതുപോലെ അങ്ങ് അരച്ചെടുക്കണം. ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഈ വെളിച്ചെണ്ണയിൽ നമ്മുടെ ഈ മസാല ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് നേരം തന്നെ മസാല വരട്ടിയെടുക്കണേ. ആ പച്ചമണം നന്നായിട്ട് മാറണം. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ തെളിഞ്ഞ് നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി വരണം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഒരു 5 ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാം ചെറിയ തീയിൽ. ആ ഉരുളക്കിഴങ്ങിനകത്തേക്ക് ആ മസാലയൊക്കെ ഒന്നങ്ങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തുറന്ന ശേഷം വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്നങ്ങ് വറ്റിച്ചെടുത്തോളൂ. തീ കൂട്ടിയിട്ടിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ടെടുക്കാം. നല്ല മോര് കാച്ചിയതിൻ്റെയോ മോര് കറിയുടെയോ ഒക്കെ കൂടെ അടിപൊളിയാണ് കേട്ടോ. കേർഡ് റൈസ് ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കേ.